വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പർച്ചേസിങ് വരുന്നു. KSRTC ഇവരൊക്കെ എങ്ങടാടേ വരണേ, ഇവരൊക്കെ വരവ് കണ്ടറിയാം. എന്നെ കൊന്നാണ് എന്റെ അമ്മേനെ ചേച്ചി കേട്ടാ. ഞാൻ വണ്ടി ഓടിച്ചോണ്ട് ഇപ്പൊ അവിടെ നല്ല ബ്ലോക്കിൽ ഞാനായിട്ട് വണ്ടി ഓടിച്ചു തന്നെ. 5-10 പക്ഷെ ഇവൻ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ KSRTC വന്നാലും ബോധം പോയില്ല. അല്ലേ ഞാൻ ഓടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് അല്ല കറക്റ്റ് അല്ലേ മോനെ? പറ സൗദ പറ. അപ്പൊ ഗൈസ് നമ്മളിതാ കവർ മേടിച്ചു. കാറ് മഴയത്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ വെയിലും മഴയും നന്നായി കൊണ്ടിട്ട് കുറച്ച് ഡാമേജ് ഒക്കെ വരില്ലോ. നമ്മൾ കാർ പൊന്നു പോലെ നോക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞോ സ്ഥലങ്ങൾ മാറി മാറി നീ കാറിലിരുന്നിട്ട് നീ ഒരു ദിവസത്തെ കഥ പറയാനല്ലോ വ്ളോഗ് എന്ന് പറയുമ്പോൾ കളിയാക്കുന്നു ഗൈസ്, എന്നെ കളിയാക്കുന്നു. ഓക്കെ ശരി. അപ്പൊ നമ്മള് കവർ മേടിച്ചു. ഓക്കെ സൗദ ഓക്കെ. നമ്മള് കവർ മേടിച്ചു. കവറ് അമ്മേ എന്തെങ്കിലും സൗണ്ട് അതങ്ങനെ വരും. ബോംബ് ഇപ്പൊ പൊട്ടു മിണ്ടാണ്ടിരിക്കുന്നു സൗദ. അതെ നമ്മള് കവറൊക്കെ എടുത്ത് 5 കവറിനെ കുട്ടീനെ പോലെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിനെങ്കിലും പിടിച്ചിരിക്കട്ടെ. ഷീമയച്ചമായി വർത്തനം പറയുന്നു ഗൈസ്. അമ്മേനെ സുന്ദരിയാണ്, അമ്മയുടെ മുടി സൂപ്പറാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് അമ്മയുടെ പല്ല് കെട്ടിക്കാൻ? എന്താണ് അഞ്ചു നിങ്ങൾക്ക് അഭിപ്രായം? ഇത് ഇന്നലെ ഇട്ട ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകിയിട്ട് ഇട്ടേക്കണതാണ്. വീണ്ടും നീ അതിനൊരു കമന്റ് ഇട്ടരുത്. ചേച്ചിക്ക് ഈ ഒരൊറ്റ ടോപ്പുള്ളൂ എന്ന് ചോദിക്കരുത്. പിന്നെ ലൂസുള്ള കുർത്ത ടോപ്പ് നാളെ ചോദിച്ചോട്ടെ. ബ്ലോക്കിൽ കൂടെ കഷ്ടപ്പെട്ടിട്ട് ബസ് വന്നതാ. എന്താണ് അഞ്ചു എത്ര ചെലവാക്കണം നീ? അത്ര ഒരാക്കി എടുക്കാൻ പറ്റില്ല. ആ സൈഡൊക്കെ പറഞ്ഞിട്ടാ ചേച്ചിമാർക്ക് വല്ലതും പറ്റിയോ അതിൻ്റെ ഉള്ളിൽ? പിന്നെ തുണി എടുക്കാൻ പോയിക്കാണ്. തുണി എടുക്കാൻ വന്നേക്കാണ് കേട്ടോ. ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ കിടന്നിട്ടുണ്ട്. സൂര്യ മറ്റേ ശക്തന്റെ അവിടെയുള്ള കടയിൽ വന്നേക്കും. അങ്ങനെ അറിയുന്ന ആളെ കിട്ടിയിട്ടുണ്ട്. അറിയുന്ന ആളെ. ഹലോ പിന്നെന്താ അറിയാലോ, ഞാൻ വ്ളോഗ് എടുത്തിട്ട് നന്നോണ്ടിരിക്കുക. എന്താ തന്നെ ആൾക്കാർ പറഞ്ഞ എന്താ ഞാൻ മാസ്ക് പറഞ്ഞു. എന്താ അഞ്ചു പറഞ്ഞെടുക്കും മാസ്ക് പറഞ്ഞെടുക്കലേ മനസ്സിലായ ചേച്ചി തന്നെ എല്ലാവരും എനിക്ക് നാട്ടിക്കുന്നുണ്ട്. മനസ്സിലായി ചോദിച്ചിട്ട് ഇല്ലാന്ന്. ശരി ആള് മോളിക്കലല്ലേ അമ്മ? ചേച്ചിയുടെ പിള്ളേർ എന്താ പറയുക? നമ്മള് നമ്മുടെ 3 മാസം 2 മാസത്തിന് 2 മാസമായിട്ടുള്ള ചേച്ചി. ഒരു 6 മാസത്തിന്റെ നമുക്ക് ഡ്രസ്സിന്റെ കൺഫ്യൂഷനാണ് ഗൈസ്. നമ്മുടെ വല്യമ്മയുടെ മോന്റെ 2-ാം മാസത്തിന്റെ കുട്ടിക്കാണ് നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ, കുട്ടിക്ക് എത്ര വയസ്സാണ് എത്ര മാസമാണെന്നൊക്കെ. എന്നിട്ടോ മറ്റേ മൂത്തേന് എത്ര വയസ്സായെന്നൊന്നും അറിയില്ല. ഡ്രസ്സ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ. ഞാൻ പറയാം 1 വയസ്സിൽ കണ്ട് എടുത്തോളാൻ. 2 മാസമായിട്ടുള്ള പക്ഷേ കുട്ടിക്ക് ആൺകുട്ടിയാണ് കേട്ടോ. ആൺകുട്ടിക്ക് ഡ്രസ്സ് അഞ്ചു മൂലിക്കണ്ടിപ്പോ അഞ്ചു മുത്തശ്ശി ഡ്രസ്സ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശിക്ക് ഇഷ്ടമായോ ഇത്? എന്നാ ഇഷ്ടപ്പെട്ടോ? രണ്ടാളെ വായത് ഉണ്ടോ? അത് ഈ കളർ വേണ്ടടി. അവൻ കളറുണ്ട്. കളർ വേണ്ടെന്ന് പറഞ്ഞ കളർ ഉണ്ടെന്നല്ല. അല്ല ഉണ്ണി കളറുണ്ട്. മറ്റേ കളർ ഭംഗിയുണ്ടോ? ചേച്ചി ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ? അങ്ങനത്തെ നോക്കോ? അങ്ങനത്തെ ടൈപ്പോ? ഓക്കെ മാഡം. ചിലപ്പോൾ ഞാൻ പറഞ്ഞാണ് അങ്ങനത്തൊക്കെ വേണം. നോക്കി 5 വെച്ചേ തിരിഞ്ഞ് എന്ത് കാര്യം? അമ്മ എടുത്ത് കാണിച്ചാരാട്ടാ. അമ്മ ഏതെടുത്തമ്മ? ഇതും കുറച്ച് കാണിച്ചു കൊടുക്ക്. വെക്കമ്മ അമ്മയുടെ ആത്മാർത്ഥത. അമ്മ അതെ വെച്ചു. ഇതോ വെക്കി സൂപ്പർ. വെക്കി ചാർജ അവിടെ അമ്മ ഇവിടെ നോക്കൂ. സൂപ്പർ. ഇത് അമ്മ എടുത്തു കേട്ടോ. ഞാൻ 5 നോക്കുന്നുണ്ട്. ഇവർക്ക് തറന്നിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനത് സെലക്ട് ചെയ്തത്. ഇത് ഇഷ്ടമായിരുന്നു. ഏതാട്ട് പോയി എൻ്റെ വക
പിന്നെ മൂത്തവൻ്റെ അടുത്ത ഡ്രസ്സാണിത്. പാക്ക് ചെയ്തോ വെറുതെ എടുത്തതാ. ഓ ചേച്ചി ഓ അതെ ഗൈസ് വന്ന സ്ഥിതിക്ക് അമ്മേനെ കൊണ്ട് ടോപ്പ് പിടിപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ, ഞാനും എടുക്കാൻ പോവാം. ബാക്കിൽ ക്യാമറ പിടിച്ചിരിക്കുന്ന ആൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേത് കളറാ ഭംഗി? ഇത് ഭംഗിയുണ്ടല്ലേ? ഇങ്ങനെ കെട്ട് വന്നത് എന്തോ പോലെ അല്ലേ? ലാസ്റ്റ് ഓറഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ. അതെനിക്ക് ഇട്ടത് ഇട്ട് നോക്കി അറിയില്ലല്ലോ. പെട്ടെന്ന് നൂല് വലിയ ടൈപ്പാണോ നൂല്? ഇത് ടോപ്പ് എടുത്തില്ല, ഇവരെന്നെ സമ്മതിച്ചിലെടുക്കാൻ. അമ്മ എന്താ ടോപ്പ് എടുക്കണ്ട പറഞ്ഞ ഇനി കണ്ണാടിൻ്റെ കേസിൽ കണ്ണാട കണ്ടു. ഒന്നാമത് വീടിൻ്റെ പടി കയറി കാലിൻ്റെ മുട്ടൊക്കെ വേല എടുത്തു മുകളിലേക്ക് കൂടി കയറുക ബനിയൻ നോക്കാൻ. നമ്മളിതാ വീട്ടിലിടാനുള്ള 5 ഡ്രസ്സുകളൊക്കെ എടുക്കാണ്. ഞാൻ മാത്രമല്ല 5 മാത്രമല്ല ഞാനും. ഇതിൻ്റെ സംഭവം അവിടെ അമ്മ ഞാനെടുത്തത് ഈ ഒരു കളറാണ്. ഞാൻ ഇട്ട് നോക്കട്ടെ ഒന്ന് പോയിട്ട് കേട്ടോ. ട്രൗസറാണോ? അത് എനിക്ക് വേണം. കഫ്താൻ മോഡലാണല്ലേ ട്രൗസർ. രസമുണ്ടല്ലേ? ഞാൻ ഈ ഒരു ട്രൗസറും പിന്നെന്തിട്ടമ്മ ഇതൊക്കെ ഇടാനായിട്ട് പോകണം. ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഇട്ടിട്ടുള്ള കോലം കാണിച്ചു തരാം. അമ്മ നൈറ്റ് എടുക്കണ്ട? ആ പച്ച എടുക്കുന്നുണ്ട് ചേച്ചി. നമ്മൾ ഇട്ടോക്കട്ടെ കേട്ടോ. ആ ഇട്ടോക്കട്ടെ. നമുക്ക് ഒരു റൂമായാലും കുഴപ്പമില്ല. അല്ല 5 റൂമായാലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ സ്റ്റക്ക് ആവല്ലേ? ഡ്രസ് മാറാൻ വന്നോർക്ക് ഒരു റൂമില് 3 പേരാണ്. നോക്കി 5 സൗദ അവിടെ നോക്ക്. എനിക്കാണോ കുട്ടി ഡ്രസ്സറും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ 3 പേരുണ്ട് ഒരു റൂമില്. നോക്കി അത്ഭുതപ്പെടുത്തിട്ട് വരും. ഇവിടെ ഒരാളിരിക്കും. അവരെടുത്തോണ്ടപ്പോഴും തുണി വരട്ടെന്ന് അതും കൂടി എടുക്കണ്ടാവോ ഡ്രസ്സ് പറയട്ടെ. ഓക്കെ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇട്ട് നോക്കിയത്. പാൻറ് അടക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയും ശാരദ? ഭംഗിയുണ്ട്. എത്ര അടി വില? 200 അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. 5 ഇട്ടാണത് ഒരു ബ്ലാക്കാണ്, ഞാൻ ഇട്ടതൊരു ഗ്രീനാണ്. എൻ്റെ വാച്ച് ഞാൻ അടുത്ത് നിർത്തേ. പുഷ്പം എന്റെ 2 കിലോ വയറ് കൊടുക്കണ്ട ആർക്കെങ്കിലും. ഉണ്ടാവും. ഇതെങ്ങനെയുണ്ട്? ഓക്കെ ഞാൻ ഒരുമിച്ച് റെഡി 1 2 3 റെഡി 1 2 കളിക്കുക. റെഡി ഇത് ഹാങ്കറാണ്, പുതിയ ഹാങ്കറാ. എൻ്റെ അമ്മ കേൾക്കുന്നതിന് വേണ്ടി ദേ മരുമോൾ ഡ്രസ്സ് എടുത്തിരിക്കുന്നു. ഇനിയെങ്കിലും സ്ഥിരം സാധനങ്ങൾ മറ്റേ ആ കോറനൈറ്റാണ് ഇടുന്നത് എന്ന് പറഞ്ഞ് സ്വയം തരേണ്ടിരിക്കരുത്. അതെ, ഇനി ഞാൻ ഫാഷനായി വീട്ടിൽ. അടുത്ത ഡ്രസ്സ് ഇട്ടെ. കൊന്നച്ചിവാ റെഡി 1 2 3 ഒരു മധുരക്കിനാവിൽ ലഹരിയിലെന്നു കൂടെ മുല്ലപ്പൂ വിരിഞ്ഞു. ഇതൊക്കെ കണ്ട ഒരാള് നല്ല ചോറിൻ്റെ ആ ഒരാൾക്കുണ്ട്. ഇതാ കൊന്നച്ചിവാ നല്ല വേർപ്പുണ്ട് ചൂടെ. നമ്മൾ പോട്ടെ കേസ്. എനിക്ക് ഇത്ര 2 ഡ്രസ്സുള്ളൂ. ഇവിടെ 100 എടുത്ത് കൂട്ടിയാണ്. ഇത് ഹാങ്കർ ഇന്ന് ഫുള്ളായിട്ട് വീഴും തോന്നുന്നുണ്ട് ഇവിടെ. ഞാനെടുത്തത് ഇതും പിന്നെ ഒരു നീല. 5 എടുത്തത് ഇത് 2 3 അമ്മ ഇന്ന് പോതങ്ങട്ട് വീഴും. 5 ഇങ്ങനെ വീഴും. പക്ഷെ എൻ്റെ 5 കൊടുക്കും പൈസ. എൻ്റെ അമ്മ കൊടുക്കും. എൻ്റെ മില്ലിൽ ചേർന്ന് അമ്മ കൊടുക്കും. ഞാൻ കൊടുക്കും അമ്മ. കൊടുക്കണ്ട. വേണ്ട പൊക്കോളൂ പറഞ്ഞു. ഇല്ലല്ല ഞാൻ കൊടുക്കും. ടോക്കൺ കാണിച്ച് അവിടേക്ക് പൈസ എഴുതാവില്ലേ? മാറ്റി കഴിച്ചു. ഞാൻ ആ പച്ച മാറ്റിയിട്ട് ഇതെടുത്തു. മാറ്റി കളിക്കുന്നു. ഇതൊക്കെ എടുത്തതല്ലേ? എനിക്ക് മൊത്തം 4 3 എങ്ങനെയാ? ഇതെന്റെയാ? ഇതെന്റെ ഇത്
ഇത് സെയിം ആവൂലല്ലേ? ഇത് അമ്മ അഞ്ചല്ലേ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തത്? ഞാൻ ആയിട്ട് എടുത്ത് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക്. ഇല്ലേ അമ്മ? ഞാൻ എടുത്തരാറില്ലേ അമ്മയ്ക്ക്? അമ്മ നോക്കണ കൂടിയില്ല. ഞാൻ എടുത്തരാറില്ലേ അമ്മയ്ക്ക്? ഇറങ്ങി പോയതാണ് ഗൈസ്. എന്നിട്ട് ബെഡ്ഷീറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നേക്കാം. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് തിരക്കിലാണ് ഗൈസ്. അവർ ബെഡ്ഷീറ്റ് കഥ ഒരു തുണിക്കട വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ. എന്താ എല്ലായിടത്തും കൂട്ടിയെടുക്കും. ഏതെങ്കിലും ഒന്ന് കൺഫേം ആക്കൂ. രണ്ടെണ്ണം സത്യത്തിൽ എന്തെടുക്കാം? 5 ഇപ്പൊ എന്തൊക്കെ എടുത്തു? ഇതിപ്പോ എന്തൊക്കെ എടുത്തു? ബെഡ്ഷീറ്റ്, ഇവൾക്ക് ഡ്രസ്സ്, നൈറ്റി, ഇതൊക്കെ പോയിണ്ടാവും. നൈറ്റി, അത് ഇത് ബെഡ്ഷീറ്റ്. ഇന്ന് കിഡ്നി ഇവിടെ ഉപയോഗിക്കാൻ ഭംഗിയുണ്ട്. രണ്ടും പച്ച ഭംഗി അമ്മയ്ക്ക്. പക്ഷെ അമ്മാമ്മ രണ്ടും അമ്മയ്ക്കുന്നാ? രണ്ടും അമ്മയ്ക്കാ? 5 ഇവിടെ ഫുള്ളടിയ ഗൈസ്. കഴിഞ്ഞോ? ബില്ലടിക്കുന്നതിൻ്റെ ഒരു ടെൻഷനാണ് ഇവിടെ നിൽക്കുന്നത്. എന്താ നിങ്ങൾ പറയണ്ടോ? ഉണ്ടല്ല ബില്ലടിക്കുന്നതിന് നമുക്ക് ടെൻഷൻ ഉണ്ടോ? അതല്ലോ 5-നുണ്ടോ? ആ നൈറ്റിയുടെ സെപ്പറേറ്റ് ഇട്ടമ്മ. നൈറ്റ് സെപ്പറേറ്റ് ആണ്. അവിടെ പോയിട്ട് ഇതില് അഞ്ചിൻ്റെ ഒരു വ്യത്യസ്തത ഇല്ല. ഓക്കെ മോളമ്മേനെ കെട്ടിപ്പിടിച്ച് ബില്ലടിക്കണം. എന്താ ചെയ്യാ? അമ്മയുടെ ഇടുമ്പോണ്ടല്ലോ ഏതൊക്കെ പച്ചലിപ്പാമ്പിൻ്റെ അപ്പം അമ്മായിമ്മയ്ക്ക് കൊടുക്കും. അമ്മായിമ്മയ്ക്ക് കൊടുത്തോ? നല്ല വൈകിട്ട് അമ്മ വെച്ചാൽ ബില്ല് കണ്ട് ബോധം കിടന്നതിൻ്റെ അമ്മനെ ഞാൻ കാണിക്കാണ്ട്. തമിഴ്നാട്ടിൽ അമ്പലത്തിൻ്റെ പെയിൻറ്റ് വരുന്നുണ്ടോ? ബില്ല് എത്ര വന്നമ്മ പറ? 4,355. ബാക്കി വന്നിട്ട് അമ്മ എന്നാ പാവൻ്റെ അമ്മ എന്താ 5 ഇങ്ങനെ 5 കൊടുക്കാൻ കേട്ടോ. കുറേ പൈസ കൊടുക്കടി. അതവള് വരട്ടിയില്ല വരട്ടി. 5 ബില്ല് കാണിച്ചു തരൂ. 5 ബില്ല് അവിടെ കൊടുക്കൂ. ബില്ല് എവിടെ കൊടുക്കണ്ടേ? അവിടെ പോകുന്നുണ്ട്. കല്യാണ അപ്പൊ ഗൈസ് നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കണ്ട് അമ്മ ബോധം കെട്ട് 5 എന്താ ഇവിടെ കുമ്പിട്ടിരിക്കണേ? കറിയേ? അതെ. എത്ര? 5 അല്ലല്ല സമ്മതിച്ചു. ഇവരെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ ആ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കടയിലെ പോയിട്ടുണ്ടായിരുന്നു. പാക്ക് ചെയ്യണ ഭയങ്കര സ്ലോ മോഷനാണ്. ആ ക്യാഷിന് ചെയ്യണ ചേട്ടൻ ഹിറ്റ്ലറിന്റെ പോലെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കരുത്. എന്നെ കണ്ടപ്പാളില്ല. എനിക്കത് കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഒരാളും വീഡിയോ എടുക്കാൻ ഒന്നും മിണ്ടാണ്ടിരിക്കമ്മേ. ഞാൻ കോഴിക്കോടുകാരൻ പഠിച്ചു തൃശ്ശൂര്. അതെ. അപ്പൊ ഗൈസ് നമ്മള് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്മയ്ക്ക് വിശക്കുണ്ടെന്ന്. ഞാൻ കഴിക്കില്ല, ഞാൻ ഡയറ്റിലാണ്. അയ്യോ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും അൽഫാം കേട്ടോ. വേറെ ഒന്നും വേണ്ട. അൽഫാമിന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ പറ്റട്ടെ ഗൈസ്. ഓക്കെ. ഇങ്ങനെ കുറെ നഷ്ടങ്ങളുണ്ട് ഗൈസ്. പെട്രോള് 1000 രൂപയ്ക്ക് ഞാൻ ഇവിടെ അടിക്കണം. കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂട്ടി പോകാൻ മതി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കാറിൽ പോന്നു നല്ല ബ്ലോക്കില്. നമ്മള് കഴിക്കാൻ പോകുന്നത് മന്തിയാണ്. കൈ പോയി. മന്തിയാണ്. മന്തി. ഒരാള് അയ്യോ ചിരിക്കുന്നോ? അമ്മ എന്താ കഴിക്കണം? മന്തി മതി. 5 കഴിക്കണമെന്നാണ് കഴിഞ്ഞിട്ട്. നോക്ക് ഇതിലൊന്നും ഇല്ലല്ലോ അമ്മേ. എപ്പോഴും അങ്ങനെ റൈസൊക്കെ പിന്നെ നോക്കിയിട്ട് എടുക്കും. നിർത്തിക്കോ. എടുക്കാലോ. ചൂടുണ്ടാവും. കൊടുത്തോ. ഇഷ്ടമായ? ഇഷ്ടമായ?
ഗൈസ് ചത്തു. അമ്മ ചത്തു, അഞ്ച് ചത്തു, ഞാനും ചത്തു. അയ്യോ എന്റെ കൈ പൊള്ളി ഗൈസ്, എന്റെ വെള്ളത്തോള്ളി വായി പൊള്ളി. എന്തൊരു പുളിയാ, പുളിണ്ടാ കൈ നോക്കി നല്ല പൊള്ളൽ പൊള്ളി ഉണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ, അതാണ് കൊണ്ട് കത്തിച്ചു കൂടാട്ടാ. ഇങ്ങനെ കൊടുത്തെടുക്കുമ്പോ പിന്നീന്നൊരു താത്തക്കുട്ടി വന്നിട്ട് ഒറ്റ തട്ട്. സോറി സാറില്ല, അണ്ണാക്ക് പൊള്ളിയുള്ളൂ. എന്നിട്ട് പറഞ്ഞ എന്റെ ചുണ്ട് തൊടാണ്ട് പല്ല് മാത്രം പിടിച്ചിട്ടാണ് ഇങ്ങനെ കുടിക്കണത്. അതിന്റെ ഇടയിൽ വന്നൊരു തട്ടും കൊണ്ട് തട്ടിയല്ലേ ചൂടുണ്ടത്. നല്ല എളുപ്പമൊന്നല്ല. സത്യം പറഞ്ഞത് എന്തിനാ കുടിക്കണെന്ന് മനസ്സിലായി. എല്ലാരും കുടിക്കും, ഞാനും കുടിക്കുന്നു. ഞാൻ കുടിച്ചില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൈ പൊള്ളിയോട് കുടിച്ച് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ടെക്കിലയുടെ ഷോട്ട് ഇതിൽ നന്നായി എടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് മന്തിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് എന്റെ കൈമ സുലൈമാനെയൊക്കെ ഒഴിച്ച് പൊള്ളി ഗൈസ്. അയ്യോ മോളെ വല്ലതും പറയണ്ട. പിന്നത്തെ കാരണം മുതലാളിയുടെ മുഖം പോയി. ഇപ്പൊ രണ്ട് പോയി ഫ്രഞ്ച് ജ്യൂസ് അടിച്ചാനെ. അപ്പൊ ഗൈസ് മന്തി കഴിച്ചിട്ട് അമ്മ പല്ലിന്റെ ഇടയിൽ കയറിയാ ചിക്കൻ. ശരിയാ പല്ലില്ല, പല്ലില്ലാത്തോണ്ട് ഇടയിൽ കയറണ്ടായില്ല. പിന്നെ പല്ലില്ലോണ്ട് ഞങ്ങളുടെ ഇടയിൽ കയറിയില്ല. അയ്യോ വയറ് പൊട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത് സോഫിയിലെ മുതലാളിമാരോട് ഏറ്റവും പ്രശ്നം ആ സെക്യൂരിറ്റിയുടെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. ഒരു സെക്യൂരിറ്റി ഉള്ളതൊന്നുണ്ട്, നിറയെ ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ഫുഡാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. സ്കൂട്ടിയൊന്നും കുഴപ്പമില്ലല്ലോ അഞ്ചോ. സൈക്കിളാണെങ്കിൽ ആണോ എവിടെ കൂടെ കൊണ്ടുവയ്ക്കോ, കൂടെ കഴിക്കുമ്പോ നടന്നു വരുന്നതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല, തിന്നെ നടക്കാതെ ഇച്ചോളും. ഇവിടെ നടന്നാലഞ്ചോ നീ ഇറങ്ങി നടക്ക്, ഞാൻ വഴിന്ന് പിടിക്കാം. ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പോട്ടെ ഗൈസ്. അപ്പൊ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ ഗൈസ്, ബൈ ബൈ പറ. ബൈ. അഞ്ചു ബൈ പറ. അയാൾ അവിടെ ഓടിയൊന്നും ശരിയാവും. ബൈ പറ. അപ്പോഴേക്കും ഇവിടെ